അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ 10ാമത്തെ ചാപ്റ്ററാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. ചാപ്റ്ററിൻ്റെ പേര് ഓർഗനൈസേഷണൽ ബിഹേവിയർ ലീഡർഷിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ പ്രധാനമായിട്ടും ഒരു ലീഡർ എങ്ങനെയാകണം, ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തൊക്കെയാണ് എന്നൊക്കെയാണ്, ലീഡർഷിപ്പിനെ കുറിച്ചാണ് ഉടനീളം ഈ ചാപ്റ്ററിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് പഴയ കാലത്തൊരു മിത്ത് ഉണ്ട്, അതായത് ബോൺ ലീഡർ എന്നുള്ള, അതായത് ലീഡേഴ്സൊക്കെ എന്താണ്, ജന്മനാ അവർക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. പാരമ്പര്യമായി അവരുടെ അച്ഛനിൽ നിന്ന് അങ്ങനെ പരമ്പരാഗതമായി അവർക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ് എന്നുള്ളത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതല്ല, അത് നേടിയെടുക്കുന്നതാണ്, പിൽക്കാലത്ത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ലീഡേഴ്സ് ആകുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കുറച്ച് എഫക്റ്റീവായിട്ടുള്ള ക്വാളിറ്റികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ഒന്നാമതായിട്ട് ഹൈ എനർജി ആൻഡ് അംബീഷൻ എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും ലീഡർ എന്നുള്ളതാണ്. പിന്നെ ഡിസയർ ടു ലീഡ്, അയാൾക്ക് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ഒരു ബോധം അയാൾക്ക് ഉണ്ടാകും. അതിനനുസരിച്ചാണ് അവരുടെ ഫോളോവേഴ്സിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്നുള്ള വളരെ വിശ്വാസപരമായിട്ടായിരിക്കും അയാളുടെ നീക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അടുത്തതാണ് സെൽഫ് കോൺഫിഡൻസ്. അയാൾക്ക് സ്വന്തമായി ഒരു ആത്മധൈര്യം ഈ ഒരു ലീഡർഷിപ്പിന്, ലീഡർ എന്താണ് അതിനുള്ള ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഉണ്ടാകും. അതിനോടൊപ്പം അയാളുടെ ഒരു കോൺഫിഡൻസും കൂടി പ്രധാനമാണ്. പിന്നെ അടുത്തതാണ് ഇൻ്റലിജൻസ്. ഇമോഷണലി ചിലപ്പം വീക്കായിട്ടുള്ള ആളുകൾക്ക് ഇതെന്ത് ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല, ലീഡർ ആവാൻ സാധിച്ചോളുന്നില്ല. അപ്പോൾ കൃത്യമായ അതിനുള്ള ഒരു ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമോഷൻസിനെ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കും. പിന്നെ ജോബ് റെലവൻറ്റ് നോളജ് ആയിരിക്കും. അതായത് ഓരോ കാര്യത്തെക്കുറിച്ച് റെലവൻ്റ് ആയിട്ട് അദ്ദേഹം ചിന്തിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും ലീഡർ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ സമകാലികപരമായിട്ട് അയാൾക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിനോട് യോജിച്ച തീരുമാനങ്ങൾ എടുക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഇനി എന്താണ് അടുത്തൊരു സെക്ഷന്, ഈ ലീഡേഴ്സ് എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി, കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ എന്നുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഓരോ വർക്കുകൾ ഓർഗനൈസ് ചെയ്യും. പിന്നെ അതുപോലെ അതിനുള്ള ഡെഡ് ലൈനുകൾ വെക്കും. അപ്പോൾ ആളുകൾ, ഫോളോവേഴ്സ് എന്ത് ചെയ്യും, ഇവർ അത് ചെയ്യും, ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ കൺസിഡറേഷൻ ഉണ്ടാവും. അതായത് എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ എന്ത് ചെയ്യുക, ഈ എംപ്ലോയീസിനാവട്ടെ മറ്റാളുകൾക്കൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ പറയുന്ന കാര്യം. പിന്നെ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് ഉണ്ട്, അത് അടുത്തൊരു ഇനമാണ്. അതായത് ഇതിൻ്റെ തന്നെ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ എന്ത് ചെയ്യുക, ഒരാൾ ഈ ഫോക്കസ് ചെയ്തുകൊണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എംപ്ലോയി ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് എന്നുള്ള സംഭവമുണ്ട്. അതായത് എംപ്ലോയീസിന് എന്തൊക്കെയാണോ ആവശ്യങ്ങളുള്ളത് അതിനനുസരിച്ച് അവരെ പിന്നാലെ കൂടി അവർക്ക് സപ്പോർട്ടീവായി നടക്കുക എന്നുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട തിയറികൾ ഇതിൽ പറയുന്നത്, ഒന്ന് ഫിഡ്ലർ എന്നുള്ള ആളുടെ ഒരു കണ്ടിൻജൻസി മോഡൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഒരു 3 ഫാക്ടർ ബേസ് ചെയ്തിട്ട് അയാൾ ഈ ഒരു സിറ്റുവേഷനുകളെ പറയുന്നുണ്ട്. ഒന്നാമത്തെ ലീഡർ മെമ്പർ റിലേഷൻസ് ആണ്. ലീഡറും അതിലുള്ള മെമ്പറും തമ്മിലുള്ള ബന്ധം അത്രയും എന്നാണ് പറയുക, വളരെ ഉഷാറായിരിക്കണം. പിന്നെ അടുത്ത് ടാസ്ക് സ്ട്രക്ചറാണ്. അതായത് ഓരോ കാര്യങ്ങളും കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കഴിയുന്ന രൂപത്തിലായിരിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടത്. പിന്നെ പൊസിഷൻ പവറാണ്. ലീഡറിനാകുമ്പോൾ അയാളുടെ ഒരു പവറുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തൊരു തിയറിയാണ് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറി. ഓരോ സിറ്റുവേഷനനുസരിച്ച് ലീഡറിന് എന്ത് ചെയ്യാൻ കഴിയണം, തീരുമാനങ്ങൾ എടുക്കാനും ഫോളോവേഴ്സിനെ വളരെ മെച്യൂറായിട്ട് അവരെ കൊണ്ടുപോകാനും ഗൈഡ് ചെയ്യാനൊക്കെ സാധിക്കുക എന്നുള്ളത്. പിന്നെ പാത്ത് ഗോൾ തിയറി. ഒരു ഗോള് ആദ്യം നിശ്ചയിച്ചിട്ടുണ്ടാകും, അതിന് മുന്നോട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടി പരിശ്രമിക്കുക, അതിന് ആളുകളെ ഗൈഡ് ചെയ്ത് അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത് ഈ ഒരു
ലീഡറാകുമ്പോൾ അയാൾ ഉണ്ടാകുന്ന കാര്യമാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ലീഡറാകുമ്പോൾ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ മറ്റൊരു സബ് ഹെഡിങ് ആണ് കരിസ്മാറ്റിക് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. രണ്ട് ക്ലാസിഫിക്കേഷനായിട്ട്. കരിസ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സ്വഭാവ രീതികളാണ്, ഗുണങ്ങളാണ് അതിലുണ്ടാവുക. അങ്ങനത്തെ ലീഡേഴ്സിനുണ്ടാവുക. അതായത് ഒരു വിഷൻ അയാൾക്കുണ്ടാകും, കൃത്യമായ ഒരു ലക്ഷ്യം, ഒരു കാഴ്ചപ്പാടുണ്ടാകും. പിന്നെ ഇതിലുള്ള ഫോളോവേഴ്സ് എന്ത് ചെയ്യും, ആ വിഷന് വേണ്ടി കഠിനാധ്വാനം ചെയ്യും, പരിശ്രമിക്കും, പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി എത്ര പേഴ്സണൽ റിസ്ക് എടുക്കാനും അതിലുള്ള ഫോളോവേഴ്സ് തയ്യാറാകും. മാത്രമല്ല അപ്പോൾ ഇവിടെ ഒരു ഹീറോയിക് മൊമെൻ്റ് അവിടെ ഉണ്ടാവും. ഈ ഫോളോവേഴ്സൊക്കെ ഈ ലീഡറിന് വേണ്ടി അയാളുടെ വിഷൻ എന്താണോ അതിന് യോജിച്ച പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അയാൾ ഒരു ഹീറോയിക് മൊമെൻ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൽ നിന്ന് ഒന്നുകൂടി വേറെയാണ്. അതായത് അവിടെ ഒരു ഇൻസ്പിറേഷണൽ മോട്ടിവേഷൻ ഉണ്ടാകും. പിന്നെ അതുപോലെ ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ ഉണ്ടാകും, ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ ഉണ്ടാകും, ഐഡിയലൈസ്ഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാകും. ഈ പേര് പറയുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ വിശദീകരിക്കുന്നില്ല. പിന്നെ അതുപോലെ പോസിറ്റീവായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകൾ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. സെർവൻ്റ് ലീഡർഷിപ്പ്, ഓതൻറ്റിക് ലീഡർഷിപ്പ് എന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ചാപ്റ്ററിൽ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്റർ നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.